320 റോയൽ അജ്രക്കിൻ്റെ അടിപൊളി കളക്ഷൻസാണ്. 320 എന്ന് പറഞ്ഞാൽ 60 സൈസ്. അതിൽ ഒരുമിച്ച് അധികം കളക്ഷൻസ് കിട്ടാറില്ല. ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ഇല്ല, ഒരേപോലെയുള്ള പ്രിൻ്റുകൾ മാത്രമാണുള്ളത്. അതുപോലെ ലൈൻസിലുള്ളതും ഇല്ല. 4 മോഡലിലുള്ള 5 മോഡലുള്ള അടിപൊളി പീസുകളാണ് ഉള്ളത്. അപ്പോൾ അത് നിവർത്തി കാണിക്കേണ്ടത് ഉള്ള വീഡിയോ ഇതിലുണ്ട്. വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയക്കുക. 320 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കണവർക്കുള്ള മറുപടിയാണ്. 60 സൈസ് ഉണ്ടാവും 320 എന്ന് പറയേണ്ടത്. അപ്പോൾ 56 സൈസിൽ ഫുൾ കൈ വേണ്ടവർക്ക് അതെടുക്കുക. അതുപോലെ 60 സൈസ് 58 സൈസൊക്കെ നീളമുള്ളവർക്കുള്ള ഇതാണിത്. 290 എന്ന് പറയേണ്ടത് 56 സൈസ് വരെ അടിക്കാനുള്ള മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ അജ്രക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റി മെറ്റീരിയലാണ് അജ്രക്ക്. പക്ഷേ സാധാരണ രീതിയിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ 1-2 അലക്കിയാൽ പോവും. പക്ഷേ അജ്രക്ക് പ്രിൻ്റ് പോവാത്ത പ്രിൻ്റാണ്. പ്രിൻ്റഡ് ആണ്, പക്ഷേ ആ പ്രിൻ്റ് പോവില്ല. അതാണ് അജ്രക്ക് പ്രിൻറ്റിൻ്റെ പ്രത്യേകത. ചിലരിത് പോകുന്നുണ്ടല്ലോ എന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, അവർ നോക്കുക അത് അജ്രക്കാവില്ല, അസ്രക്കാവും. ഏതൊരു സാധനത്തിനും നമ്മൾ ഡ്യൂപ്പ് വരുന്നത് പോലെ അജ്രക്കിൻ്റെ ഡ്യൂപ്പാണ് അസ്രക്ക്. അത് 120, 130 ആ റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷെ അത് കാണുമ്പോൾ നമ്മളൊരു എണ്ണമയുള്ള പോലുള്ളൊരു ക്ലോത്താണ് അത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൽ അജ്രക്കിൽ നമുക്ക് എടുക്കാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ഒന്നുകിൽ DCM, അതല്ലെങ്കിൽ കുമാർ, അതല്ലെങ്കിൽ റോയൽ അജ്രക്ക്. ഈ 3 പീസിൽ പെട്ടതാണ് അജ്രക്കിൽ ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് കിടക്കേണ്ടത്. ശൈലജിയിലും വരുന്നുണ്ട് അജ്രക്ക്, പക്ഷെ അതിൽ കളക്ഷൻസ് കുറവാണ്. ഏറ്റവും കൂടുതൽ അജ്രക്ക് വരാറുള്ളത് കുമാർ അതുപോലെ DCM, ഈ 2 മോഡലിലാണ്. അതുപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോ അല്ല അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ 500 രൂപക്ക് ഞാൻ തുടങ്ങിയ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തമ്പനയിൽ കൊടുത്തിട്ട് അതിന് ഒത്തിരി പേര് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 500 രൂപക്ക് എത്ര മെറ്റീരിയൽ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അത് 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ 500 രൂപക്ക് മെറ്റീരിയൽ എടുത്തത്. 500 രൂപക്ക് അന്ന് 72 ഉണ്ടായിരുന്നുള്ളൂ. 30 പീസ് 40 പീസൊക്കെ എടുക്കുമ്പോൾ 72, 70 ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ അന്ന് GST എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇപ്പം നമ്മൾ ഓരോ മെറ്റീരിയൽ എടുക്കുമ്പോഴും 8 രൂപ, 9 രൂപ, ചിലപ്പോൾ 7 രൂപക്ക് എന്ത് ചെയ്യണം, GST ആയിട്ട് അടക്കേണ്ടതുണ്ട്. നമ്മൾ 10 പീസൊക്കെ എടുക്കുമ്പോൾ 3 രൂപയാണ്. കുറയും തോറും GST കുറയുന്നുണ്ട്, കൂടുന്തോറും GST കൂടുന്നുണ്ട് മെറ്റീരിയലിൽ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 500 രൂപക്ക് ചിലപ്പോൾ 2-3 കിട്ടിയെന്ന് വരും. അത്രേ കിട്ടുള്ളൂ. മിനിമം 10 പീസ് എടുക്കണം ഹോൾസെയിലായിട്ട്. ഞാൻ ചെയ്യണ ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ വാട്സപ്പിൽ ആവശ്യമുള്ളവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് അവർക്ക് ടിക്കറ്റ് സെലക്ട് ചെയ്യുക. പെയറായിട്ട് എടുക്കണം എന്നൊന്നും. ചില മിക്സ് ആൻഡ് മാച്ചുകൾ മാത്രം ഞാൻ അങ്ങനെ എടുക്കണം എന്ന് പറയാറുണ്ട്. അതങ്ങനെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് പീസുകളാണെങ്കിൽ മിക്സ് മാച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തിരിച്ചെടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട്. അതുപോലെ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അടിച്ച് തരട്ടെ എന്ന്. അങ്ങനെ ഒരു ഇതിനും നമുക്ക് സാധ്യതയില്ല. കാരണം 5 പേര് ഓൾറെഡി ഞങ്ങൾ അടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതലുള്ളൊരു നമ്മളെ യൂണിറ്റായിട്ട് ഞാൻ അതുപോലെ പാർട്ട്നേഴ്സായിട്ട് ചെയ്യുന്നതാണ് 12 വർഷമായിട്ട്. അപ്പോൾ ഇപ്പം ലാഭമില്ല എന്ന് പറഞ്ഞവരോട് നമുക്ക് അതേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 12 വർഷം മുമ്പ് നമ്മൾ തുടങ്ങി ഇതുപോലെ നഷ്ടങ്ങളും അതുപോലെ ആരും എടുക്കായും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ക്ഷമിച്ച് നിന്നതുകൊണ്ടാണ് ഇന്ന് നല്ലൊരവസ്ഥയിലായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങും മുമ്പേ ലാഭം വേണമെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൽ ലാഭം ഉണ്ടാവില്ല. ആ ബിസിനസ് മുന്നോട്ട് ബിസിനസ് പോയാൽ മാത്രമല്ല അതിനെന്തെങ്കിലുമൊക്കെ ഒരു ലാഭമായിട്ട് ഉണ്ടാവുള്ളൂ. വീട്ടിൽ വന്നിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതും പറ്റൂല. നമ്മൾ ഉമ്മ അപ്പ ഒക്കെ ഉള്ള വീടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് പരിചയമില്ലാത്ത ആളുകൾ വന്ന് പോകുന്നത് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ബിസിനസ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിന് ഇഷ്ടമുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കും, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഇനി അങ്ങനെ ആദ്യം പൈസ അയക്കാൻ പേടിയുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്, ചമ്മാട് സ്റ്റാൻഡിലേക്ക് വരുന്നവർക്ക് അവിടെ വെച്ച് സാധനം കൊടുക്കുമ്പോൾ പൈസ വാങ്ങാറുള്ളൂ. അല്ലാത്തവർ ഓൺലൈനായിട്ട് GPay ചെയ്യുക, അഡ്രസ്സ് വിടുക, 3-ാം ദിവസം അതല്ലെങ്കിൽ 4-ാം ദിവസം കയ്യിൽ കിട്ടും. ഈ പെട്ടെന്ന് വേണ്ടവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. കൊറിയർ ആകുമ്പോൾ പോസ്റ്റിനേക്കാളും കുറച്ച് ചാർജ് കൂടുന്നു മാത്രം. ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ചെയ്യുന്നത് ലാഭം എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ഓഫ്ലൈനായിട്ട് തന്നെയാണ് നമുക്ക് ലാഭം കിട്ടുക. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് 10-20 കിട്ടുന്നിടത്ത് ഓഫ്ലൈനായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തുണി എടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ലാഭകരമായിട്ട് തോന്നാറുള്ളത് അടിച്ചത് എടുക്കുന്നതിനേക്കാളും. കാരണം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല,
വരുന്ന റെഡിമെയ്ഡിൽ പലതും ക്ലോത്തുകൾ എന്താ പറയുക റേറ്റ് കുറയുന്നതിനനുസരിച്ച് ക്ലോത്തിൻ്റെ GSM കുറവാണ്. നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് അടിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് പാകത്തിന് അടിച്ചും കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ വീണ്ടും ഒരു 50 രൂപ അത് മുകളിൽ അടിക്കാനും വീണ്ടും അതിമേലൊരു നൈറ്റിമ എടുക്കണ പണിയെടുക്കാനുണ്ട്. അതിനേക്കാളും നല്ലത് നമ്മൾ അതിൻ്റെ ഇത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി കസ്റ്റമേഴ്സ്, ഞാനിന്നും ആ 12 വർഷമായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഒറ്റ പീസ് ഞാൻ അടിച്ചു വെക്കാറില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്നവർ തീരെ അടിച്ചു വെക്കാതെ നിൽക്കും ചെയ്യരുത്. കാരണം നിങ്ങൾ അടിച്ചാൽ വൃത്തിയാവോ, നിങ്ങൾക്ക് അടിക്കാൻ അറിയോ എന്നുള്ളത് കാണാനൊന്നും നിങ്ങൾ എന്തായിട്ടും ആദ്യം അടിച്ചു വെക്കുക. അതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ക്ലോത്തായിട്ട് വെക്കുക. ഏത് മോഡലാണോ നിങ്ങൾ പറയുന്നത് ആ മോഡലിൽ ഞങ്ങൾ അടിച്ചു തരും എന്ന് പറയാം. ഏത് മോഡൽ ഒരാൾ പറഞ്ഞാലും അറിയില്ല എന്നൊരു വാക്ക് പറയരുത്. നമ്മൾ ചെമ്മാട്, ഞങ്ങളാ ടൗണിൽ ചെമ്മാടാണ്. നിങ്ങളടുത്തുള്ള ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഈ ഫോണിൻ്റെ കവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഷോപ്പിലില്ലെങ്കിലും അവരില്ല എന്ന് പറയൂല. പകരം അവരെന്താ ചെയ്യുക, ഉണ്ട് ഞങ്ങളെ ഷോറൂം അടുത്തുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും, അവരെ പോലെ ഷോപ്പ് നടത്തണ വേറെ ആൾക്കാരെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടായാലും അവരെന്ത് ചെയ്യാണ്, അവിടെ വന്നിട്ട് അവിടേക്ക് എത്തിച്ച് തരികയാണ് ആ സാധനം. നമ്മൾ കൊടുക്കണ പൈസ അവർ മറ്റേ ഷോപ്പിലേക്ക് കൊടുക്കണം. എന്താ സംഭവം എന്നറിയോ? ഈ ഷോപ്പിൽ ഞങ്ങൾ ഇന്നാൾ പോയപ്പം ആ കവർ ഇല്ലേനി നമ്മൾ മറ്റേ കടയിൽ പോവാന്ന്, ഇനി അടുത്ത തവണ നമുക്ക് കവർ വാങ്ങേണ്ടി വരുമ്പോഴോ അടുത്ത തവണ നമ്മളെടുത്ത് ആരെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ നമ്മളെ കൂടെ ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ ഞാൻ നാളെ ആ കടയിൽ പോയി അവിടെ ഉണ്ടാവില്ല, ഞാൻ നാളെ ആ കടയിൽ പോയിട്ട് അവിടെ ഇല്ലേനി മറ്റേ കടയിൽ പോവാൻ നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് ആ ഫോൺ കടക്കാരത് ചെയ്യണേ. അതുപോലെ തന്നെയാണ് നമുക്കൊരു മോഡൽ നമ്മളോട് ഒരാൾ പറയുമ്പോൾ അത് ഞാൻ നാളെ ആ ഒരു മോഡൽ അടിക്കാൻ പോയപ്പോൾ അടിയില്ല എന്ന് പറഞ്ഞാൽ അതിന് സാധാ അടിക്കാൻ മാത്രമേ അറിയുള്ളൂ, മോഡൽ അടിക്കാനൊന്നും അറിയില്ല എന്ന് നമ്മൾ പറയാതിരിക്കണമെങ്കിൽ ഏത് മോഡലും അറിയില്ലെങ്കിലും അറിയുമെന്ന് പറയാം. ഒന്നൊക്കെ അറിയുന്നവരെ കൊണ്ട് നമുക്ക് അടിപ്പിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ യൂട്യൂബിലോ ഇന്നിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാവരും എല്ലാ തരത്തിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഫ്രോക്ക് നൈറ്റിൽ നിന്ന് അടിച്ച് നോക്കുക. അപ്പോൾ 3-4 പേരെ വീഡിയോസ്, ഒരുപാട് ഫ്രോക്ക് നൈറ്റിൽ നിന്ന് അടിക്കുമ്പോൾ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏതാ തോന്നണേ അതടിക്കാം. കാരണം ഇപ്പോൾ നമ്മളൊക്കെ ആയാലും ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിച്ചൺ കാര്യങ്ങളോ എന്തെങ്കിലും കുക്കിങ്ങോ ഒന്നും അറിയില്ല. ആകെ ഒരു ചായ ഉണ്ടാക്കാനും അറിയാം, ഏറിയ ഒരു ഉരുളങ്കിഴങ്ങ് പൊരിക്കാനും ഒരു തക്കാളിക്കൂട്ട ഉണ്ടാക്കാനും അറിയും. ആ ഒരു അറിവ് വെച്ചിട്ടാണ് പിന്നെ മറ്റുള്ളവർ കണ്ടു. പക്ഷെ നമുക്ക് അറിയാം ഇത് തക്കാളിയാണ്, ഇത് പച്ചമുളകാണ്, ഇത് ഉപ്പാണ്, മുളകാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു അറിവുള്ള പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള അറിവുണ്ടായാൽ മതി. അത് വെച്ചിട്ട് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്, സിമ്പിളാണ്. അത് കുക്കിംഗ് നമുക്ക് ഈ സംഭവങ്ങൾ അടിസ്ഥാനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിളാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ശ്രമിച്ചിട്ട് നടക്കാതിരുന്നാലും നമുക്ക് അഭിമാനിക്കാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം എന്തെന്നായാലും കമൻ്റായിട്ട് അറിയിക്കുക. കൂടെ സബ്സ്ക്രൈബ് മറക്കല്ലേ. താങ്ക് യു.